പാലക്കാട് തൃത്താലയിൽ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ ഒരു പോലീസുകാരനെ കാർ ഇടിച്ചു വീഴ്ത്തി. തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാറിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിർത്താതെ പോയ വാഹനം പോലീസ് പിന്നീട് പിടിച്ചെടുത്തു. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. അഭിലാഷിന്റെ 19-കാരനായ മകനായിരുന്നു വാഹനം ഓടിച്ചെന്നാണ് പോലീസ് പറയുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തുകൂടി ഈ വാഹനം കയറി ഇറങ്ങി എന്നാണല്ലോ പറയുന്നത്. 19-കാരന് വാഹനം ഓടിക്കാനുള്ള മെച്യൂരിറ്റി ആയോ? പറയൂ. ഗുഡ് മോർണിംഗ് അഗൈൻ. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടി വെള്ളിയാങ്കല്ലിന് സമീപത്ത് വെച്ച് വാഹന പരിശോധന നടത്തുകയായിരുന്നു ഈ ഗ്രേഡ് SI ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. അപ്പോഴാണ് ഒരു വാഹനം അവിടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ നിർത്തിയിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള പോളോ വോക്സ് വാഗൺ കാറാണ്. ഈ കാർ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കാറിന് അരികിലേക്ക് എത്തുമ്പോൾ ഈ കാർ ഓടിച്ചു വന്നിരുന്ന 4 യുവാക്കൾ ഇതിന് അരികിലേക്ക് വരികയും വളരെ വേഗതയിൽ ഇത് ഓടിച്ചു പോകാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഈ ഗ്രേഡ് SI ശശികുമാറിനെ തട്ടിയിടുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ വാഹനം ഓടിച്ച് കടന്നു പോവുകയും ചെയ്തത്. ഉടനെ തന്നെ അദ്ദേഹത്തെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അദ്ദേഹത്തിന് ഇപ്പോൾ വിദഗ്ധ ചികിത്സ നൽകി പോരുകയുമാണ്. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ല, പക്ഷേ അദ്ദേഹത്തിന് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് സഹപ്രവർത്തകർ അടക്കം വ്യക്തമാക്കുന്ന കാര്യം. ഈ കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാർ ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിൻ്റെതാണ് എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് വീട്ടിലെത്തിയവർ പരിശോധനകൾ നടത്തി. അപ്പോഴാണ് മകൻ അലനാണ് 19-കാരനായിട്ടുള്ള മകൻ അലനാണ് കാർ ഓടിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമായത്. അലനൊപ്പം മറ്റ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. എന്തിനാണ് ഇവർ ഈ അസമയത്ത് അവിടെ ഒത്തുകൂടിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അലൻ ഈ സംഭവം നടന്നതിന് പിന്നാലെ വീട്ടിൽ കാർ കൊണ്ടുവച്ച് ഒളിവിൽ പോയിരിക്കുകയാണ് എന്നുള്ളതാണ് ലഭ്യമായ വിവരങ്ങൾ. ഈ വീട്ടിൽ CCTV ഉണ്ടെങ്കിലും ആ ദൃശ്യങ്ങൾ ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ CCTVയുടെ കണക്ഷൻ എല്ലാം തന്നെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യനിർവഹണം നടത്തുന്നതിനിടെ ഒരു ഉദ്യോഗസ്ഥന് നേരെയുള്ള കയ്യേറ്റം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് നമുക്ക് ഈ കുട്ടിക്ക് ലഭിക്കുമെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം പോലീസ് ഇതിനോടകം തന്നെ ഊർജിതമാക്കിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗ്രേഡ് SI അദ്ദേഹം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്.